നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ലോക കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു പേരിനെ കുറിച്ചാണ്. ടെഡ് ബണ്ടി. 1970-കളിലെ അമേരിക്ക. ഒരു സീരിയൽ കില്ലർ രാജ്യം മുഴുവൻ ഭീതിയിലാഴ്ത്തി. അവൻ സാധാരണ കുറ്റവാളി ആയിരുന്നില്ല. കാഴ്ചയിൽ അതീവ സുന്ദരൻ, നല്ല വിദ്യാഭ്യാസം, ആകർഷകമായി സംസാരിക്കാനുള്ള കഴിവ്, ഒരു നിയമ വിദ്യാർത്ഥി, രാഷ്ട്രീയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരു യുവാവ്. ഇതൊക്കെയായിരുന്നു ടെഡ് ബണ്ടി എന്ന മനുഷ്യന്റെ പുറംമോടി. എന്നാൽ ഈ മാന്യമായ മുഖംമൂടിക്ക് പിന്നിൽ ഒളിഞ്ഞിരുന്നത് അമേരിക്കൻ ക്രിമിനൽ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു ക്രൂര മനസ്സായിരുന്നു. 30-ലധികം യുവതികളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു രാക്ഷസനായിരുന്നു. 1970-കളിൽ അമേരിക്കയെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ഈ മനുഷ്യൻ എങ്ങനെയാണ് പോലീസിനെ വെട്ടിച്ച് വർഷങ്ങളോളം കൊലപാതകങ്ങൾ തുടർന്നത്? 2 തവണ ജയിൽ ചാടിയ കഥയും ഒടുവിൽ കുറ്റസമ്മതം നടത്തിയ ആ ഞെട്ടിക്കുന്ന നിമിഷങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. നവംബർ 24 വെർമോണ്ടിയിലാണ് തിയോഡർ റോബർട്ട് ബണ്ടി ജനിക്കുന്നത്. ടെഡിന്റെ ബാല്യം തന്നെ ഒരു വലിയ കള്ളമായിരുന്നു. അവിവാഹിതയായ എലാനർ ലൂയിസ് കോവലിന് ജനിച്ച മകനായിരുന്നു ടെഡ്. അന്നത്തെ കാലത്ത് അത് വലിയൊരു സാമൂഹിക അപമാനമായി കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ അമ്മയെ സ്വന്തം സഹോദരിയാണെന്നും മുത്തശ്ശി അമ്മയാണെന്നുമാണ് ടെഡിനെ വിശ്വസിപ്പിച്ചിരുന്നത്. വളർന്നു വന്നപ്പോൾ താൻ ഇത്രകാലം വിശ്വസിച്ച സത്യം ഒരു കള്ളമായിരുന്നു എന്ന തിരിച്ചറിവ് ടെഡിനെ മാനസികമായി തകർത്തു. ഈ പ്രതിസന്ധിയാണ് അവനിലെ ക്രിമിനൽ ചിന്തകൾക്ക് വിത്തുപാകിയതെന്ന് പല സൈക്കോളജിസ്റ്റുകളും വിശ്വസിക്കുന്നു. തന്റെ വളർത്തച്ഛന്റെ പേരായ ബണ്ടിയാണ് അദ്ദേഹം പിന്നീട് സ്വീകരിച്ചത്. കുട്ടിക്കാലം മുതൽക്കേ ടെഡ് വളരെ മിടുക്കനും വായനാശീലമുള്ളവനുമായിരുന്നു. വാഷിംഗ്ടൺ സർവകലാശാലയിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദം നേടിയ ടെഡ് പിന്നീട് നിയമ പഠനത്തിലേക്കും തിരിഞ്ഞു. രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടായിരുന്ന ടെഡ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ചിരുന്നു. അക്കാലത്ത് ആരും വിശ്വസിക്കില്ലായിരുന്നു ഈ മാന്യനായ യുവാവാണ് രാത്രികാലങ്ങളിൽ നഗരത്തിൽ യുവതികളെ വേട്ടയാടാൻ ഇറങ്ങുന്നതെന്ന്. ടെഡിന്റെ വ്യക്തിത്വം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം. ആരെയും എളുപ്പത്തിൽ വിശ്വസിപ്പിക്കാനുള്ള ആ കഴിവ് ടെഡ് കൊലപാതകങ്ങൾക്കായി ഉപയോഗിച്ചു. വാഷിംഗ്ടൺ സർവകലാശാലയിൽ പഠിക്കുമ്പോൾ ടെഡ് ബുദ്ധിമാനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം ഡയാൻ എഡ്വേർഡ് എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലായി. എന്നാൽ ഡയാൻ ആ ബന്ധം അവസാനിപ്പിച്ചു. ഈ തിരസ്കരണം ടെഡിന്റെ അഹങ്കാരത്തിന് വലിയൊരു തിരിച്ചടിയായി. പല ക്രിമിനോളജിസ്റ്റും പറയുന്നത് ടെഡ് പിന്നീട് കൊലപ്പെടുത്തിയ ഭൂരിഭാഗം യുവതികൾക്കും ഡയാന്റെ സാദൃശ്യമുണ്ടായിരുന്നു എന്നാണ്. തന്റെ ഉള്ളിലെ പക തീർക്കാൻ ടെഡ് തിരഞ്ഞെടുത്തത് നിരപരാധികളായ യുവതികളെയായിരുന്നു. പിന്നീട് അദ്ദേഹം എലിസബത്ത് എന്ന സ്ത്രീയുമായി ബന്ധത്തിലായെങ്കിലും മാന്യമായ ആ ജീവിതത്തിനു മറവിൽ അവൻ തന്റെ ക്രൂരതകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. വാഷിംഗ്ടൺ സ്റ്റേറ്റിൽ നിന്ന് യുവതികളെ കാണാതാകാൻ തുടങ്ങി. പ്രധാനമായും സർവകലാശാലകളിൽ പഠിക്കുന്ന യുവതികളെയായിരുന്നു ടെഡ് ലക്ഷ്യം വെച്ചിരുന്നത്. ടെഡ് ഉപയോഗിച്ചിരുന്ന തന്ത്രങ്ങൾ വളരെ വിചിത്രമായിരുന്നു. ചിലപ്പോൾ കൈയൊടിഞ്ഞതായി അഭിനയിച്ച് കാറിൽ സാധനങ്ങൾ വെക്കാൻ സ്ത്രീകളുടെ സഹായം തേടും. സഹായിക്കാൻ എത്തുന്ന സ്ത്രീകളെ കാറിനടുത്ത് വെച്ച് ആക്രമിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. മറ്റു ചിലപ്പോൾ പോലീസ് ഓഫീസറാണെന്ന് വ്യാജമായി പരിചയപ്പെടുത്തി സ്ത്രീകളെ തന്റെ കാറിൽ കയറ്റും. തന്റെ ഫോക്സ് വാഗൺ കാറിലെ മുൻ സീറ്റ് ടെഡ് എടുത്തു മാറ്റിയിരുന്നു. ബോധരഹിതരായ ഇരകളെ അവിടെ ഒളിപ്പിച്ചു വെക്കാൻ. നഗരങ്ങളിൽ നിന്ന് ദൂരെയുള്ള കാടുകളിൽ കൊണ്ടുപോയി അവരെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യും. മൃതദേഹങ്ങളോട് പോലും ടെഡ് കാണിച്ചിരുന്ന ക്രൂരതകൾ മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്നതായിരുന്നു. ലേക്ക് സമ്മിഷ് പാർക്കിൽ വെച്ച് ഒരേ ദിവസം 2 പെൺകുട്ടികളെ ടെഡ് തട്ടിക്കൊണ്ടുപോയത് അമേരിക്കൻ പോലീസിനെ ഞെട്ടിച്ചു. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കൊലപാതകങ്ങൾ നടന്നതിനാൽ പോലീസിന് ഇവയെല്ലാം ഒരാളാണ് ചെയ്യുന്നത് എന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ടെഡ് എന്ന പേരുള്ള ഒരാളെയും അദ്ദേഹത്തിന്റെ തവിട്ട് നിറത്തിലുള്ള ഫോക്സ് വാഗൺ കാറിനെയും കുറിച്ച് ചില സൂചനകൾ ലഭിച്ചു. 1975 ഒരു ട്രാഫിക് പരിശോധനയ്ക്കിടയിലാണ് ടെഡ് ആദ്യമായി പിടിയിലാകുന്നത്. കാറിൽ നിന്ന് കൈവിലങ്ങുകളും മാസ്കുകളും കണ്ടെത്തിയതോടെ പോലീസ് ടെഡിനെ നിരീക്ഷിച്ചു തുടങ്ങി. എന്നാൽ അവിടെയും അദ്ദേഹം തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. നിയമം പഠിച്ച വ്യക്തിയായതിനാൽ സ്വന്തം കേസ് വാദിക്കാൻ അദ്ദേഹം അനുവാദം വാങ്ങി.
ഇതിന്റെ മറവിൽ ലൈബ്രറിയിൽ പോയ അദ്ദേഹം അവിടെയുള്ള ജനൽ വഴി പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും പിടിയിലായെങ്കിലും ജയിലിന്റെ മേൽക്കൂര തുറന്ന് ടെഡ് രണ്ടാമതും രക്ഷപ്പെട്ടു. ഈ രക്ഷപ്പെടലുകൾ അമേരിക്കൻ പോലീസിന് വലിയൊരു നാണക്കേടായി മാറി. രണ്ടാമത് ജയിൽ ചാടിയ ടെഡ് ഫ്ലോറിഡയിലെത്തി. അവിടെയുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയ ടെഡ് 4 പേരെ ആക്രമിക്കുകയും 2 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. അത് ടെഡിന്റെ അവസാന ക്രൂരകൃത്യമായിരുന്നു. പിന്നീട് ഒരു മോഷ്ടിച്ച കാറിൽ യാത്ര ചെയ്യവേ പോലീസ് ടെഡിനെ വീണ്ടും പിടികൂടി. ഇത്തവണ തെളിവുകൾ ശക്തമായിരുന്നു. കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ ശരീരത്തിലുണ്ടായിരുന്ന ടെഡിന്റെ ബൈറ്റ്സ് മാർക്ക് ഫോറൻസിക് പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു. ഇത് കുറ്റകൃത്യ ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരുന്നു. ഇതോടെ ടെഡിന് രക്ഷപ്പെടാൻ വഴികളില്ലാതായി. ആയിരത്തി 1979 വിചാരണ അമേരിക്കയിൽ തത്സമയം സംപ്രേഷണം ചെയ്തു. കോടതിയിൽ അയാൾ ചിരിക്കുകയും തമാശ പറയുകയും ചെയ്തു. ടെഡിനെ സ്നേഹിക്കുന്ന സ്ത്രീ ആരാധകർ പോലും കോടതിക്ക് പുറത്ത് തടിച്ചുകൂടി. എന്നാൽ കോടതി ടെഡിന് വധശിക്ഷ വിധിച്ചു. 10 വർഷത്തോളം വധശിക്ഷ നീട്ടിവെക്കാൻ അയാൾ ശ്രമിച്ചു. ജയിലിൽ കഴിയവേ ടെഡ് പലപ്പോഴും മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി. മരണത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് താൻ 30-ലധികം പേരെ കൊന്നിട്ടുണ്ടെന്ന് ടെഡ് സമ്മതിച്ചത്. എന്നാൽ യഥാർത്ഥ എണ്ണം 100-ലധികം വരുമെന്ന് പല കുറ്റാന്വേഷകരും വിശ്വസിക്കുന്നു. 1989 ജാനുവരി 24 ഇലക്ട്രിക് ചെയറിലൂടെ ടെഡിന്റെ വധശിക്ഷ നടപ്പിലാക്കി. ടെഡ് ബണ്ടിയുടെ മരണം ആഘോഷിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് ജയിലിന് പുറത്ത് ഒത്തുകൂടിയത്. ടെഡ് ബണ്ടി നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ്. ചീത്ത മനുഷ്യർ എപ്പോഴും കാണാൻ വിരൂപരായിരിക്കില്ല. അവർ മാന്യന്മാരായി ആകർഷകമായി സംസാരിക്കുന്നവരായി നമുക്ക് ചുറ്റുമുണ്ടാകാം. സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ ഉൾമനസ്സ് നൽകുന്ന മുന്നറിയിപ്പുകൾ ഒരിക്കലും അവഗണിക്കരുത്. അദൃശ്യമായ മുഖംമൂടികൾക്ക് പിന്നിലെ ചെകുത്താന്മാരെ തിരിച്ചറിയാൻ ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ കുറ്റാന്വേഷണ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.